നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യുവകലാസാഹിതിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ഡിസംബർ 29-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോറൽ ക്ലാസ് പരീക്ഷയ്ക്കിടയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഛർദ്ദിച്ച മാലിന്യം സഹപാഠിയെ കൊണ്ട് കോരിച്ചെന്ന് ആരോപണം. വനനിയമ ഭേദഗതിക്കെതിരെ മുണ്ടൻമുടിയിൽ കർഷക പ്രക്ഷോഭം. മണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ ടയറുകൾക്ക് പുനർജന്മം നൽകി കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്. ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബത്ത് കടുക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. യുവകലാസാഹിതിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ഡിസംബർ 29-ന് തൊടുപുഴയിൽ സംഘടിപ്പിക്കും. മാനവീയം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവകലാസാഹിതി 5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന സുവർണ ജൂബിലി വർഷത്തിൽ കേരളമെമ്പാടും നിരവധിയായ കലാസാംസ്കാരിക പരിപാടികളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ വെങ്ങല്ലൂർ കുറ്റിപ്പടിയിൽ 29-ന് വൈകിട്ട് 6 മണിക്ക് മാനവീയം എന്ന പേരിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. സമ്മേളനം യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. യുവകലാസാഹിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ES അലിൽ അധ്യക്ഷത വഹിക്കും. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ OK മുരളീകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. നിരവധി വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ വിവിധ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കും. സമ്മേളനത്തിന് ശേഷം യുവകലാസാഹിതി പ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന കലാസന്ധിയും ഉണ്ടായിരിക്കും. മാനവീയത്തിന് മുന്നോടിയായി ഞായറാഴ്ച വൈകിട്ട് 5-ന് വെങ്ങല്ലൂർ കവലയിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് നടത്തുന്ന മാനവീയ ഐക്യജാഥ യുവകലാസാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബിനു ഫ്ലാഗ് ഓഫ് ചെയ്യും. ശ്രീനാരായണ ഗുരു ശതാബ്ദി വാർഷികം പ്രമാണിച്ച് യുവകലാസാഹിതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള പല രീതിയിലുള്ള പരിപാടികൾ കേരളത്തിലുടനീളം നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മാനവീയം എന്ന പേരിൽ കുറ്റിപ്പടിയിൽ യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പല വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാസാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ യുവകലാസാഹിതി കെട്ടിപ്പടുക്കുന്നതിൽ ആദ്യം പങ്കെടുത്ത സഖാവ് KK ശിവരാമൻ, അതുപോലെ തന്നെ R രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആദരിക്കും. കൂടാതെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള മാനവീയ പരിപാടിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യുവകലാസാഹിതിയുടെ പ്രവർത്തകർ വെങ്ങല്ലൂർ കവലയിൽ നിന്നും ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാധാന ജാഥ. അത് യുവകലാസാഹിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ജാഥ അവിടെ എത്തിക്കഴിയുമ്പോൾ സമ്മേളനം തുടങ്ങും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ES അലിൽ, ജോമോൻ വെങ്ങല്ലൂർ, സ്വാമി കൃഷ്ണകുമാർ, അനിത മുരളി, മോഹനൻ പുറപ്പുഴ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മോറൽ ക്ലാസ് പരീക്ഷയ്ക്കിടയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഛർദ്ദിച്ച മാലിന്യം സഹപാഠിയെ കൊണ്ട് കോരിച്ചെന്ന് ആരോപണം. ഉടുമ്പൻചോല ശ്രീവാമല സെയിന്റ് ബെനഡിക്ട് LP സ്കൂൾ ടീച്ചറായ മരിയ മാത്യുവിന് എതിരെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ ദളിത് ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച കുത്തുങ്കൽ സിറ്റിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ദളിത് സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉടുമ്പൻചോല സ്ലീവാമല സെയിന്റ് ബെനഡിക്ട് LP സ്കൂൾ ടീച്ചർ മരിയ മാത്യുവിനെതിരെയാണ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയത്. മോറൽ ക്ലാസിന്റെ പരീക്ഷ നടക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി ഛർദ്ദിച്ചതിന്റെ മാലിന്യം സഹപാഠിയായ പ്രണവിനെ കൊണ്ട് കോരിക്കളയിച്ചു. ആദ്യം ഇതിന് തയ്യാറാകാത്ത കുട്ടിയെ ഭയപ്പെടുത്തി ടീച്ചർ മാലിന്യം കോരിക്കളയിച്ചത് കുറ്റകരമായ നടപടിയാണെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ കൊണ്ട് ഛർദ്ദി മാലിന്യം കോരിപ്പിച്ചത് ജാതി വിവേചനമാണ്. ഇക്കാര്യം സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കുവാൻ തയ്യാറായില്ല. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ പരാതി നൽകിയെങ്കിലും കലോത്സവ തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വൈകിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഉടുമ്പൻചോല പോലീസ് ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർക്കും കട്ടപ്പന DYSPക്കും പരാതി നൽകി. ഇതിനെ തുടർന്ന് DYSPയുടെ നിർദ്ദേശപ്രകാരം രാത്രി 10 മണിക്ക് സ്റ്റേഷനിലേക്ക് നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ക്ലാസ് ടീച്ചർ മരിയ മാത്യുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. രാവിലെ സ്റ്റേഷനിലെത്തി മൊഴി നൽകാമെന്ന് അറിയിച്ചെങ്കിലും രാത്രി തന്നെ എത്തണമെന്ന് പോലീസ് നിർബന്ധിച്ചെന്നും കുട്ടിയുടെ മാതാവ് ആരോപിച്ചു. മോന് 12-ാം തീയതി മോൻ്റെ സ്കൂളിൽ മോറൽ സയൻസിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഒരു കുട്ടി അറ്റൻഡ് ചെയ്തില്ല. ധീരവൻ എന്ന് പറയുന്ന കുട്ടി അറ്റൻഡ് ചെയ്തില്ല. അതിൻ്റെ പനിയും ശബ്ദമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, വന്നിരുന്നില്ല. പിറ്റേന്ന് 13-ാം തീയതി ഇതുപോലെ ആ കുട്ടിക്ക് പരീക്ഷ എഴുതിയായിരുന്നു. ഈ പരീക്ഷ എന്ന് പറയുന്നത് 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മാത്രമേ എഴുത്ത് പരീക്ഷയുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ചോദ്യം ചോദിച്ചാണ് അവർ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആ കൊച്ചിനെ ധീരവനെ വിളിച്ച് ടീച്ചറിങ്ങനെ ടേബിളിൻ്റെ അപ്പുറത്ത് നിർത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുമ്പോൾ പെട്ടെന്ന് തലകറക്കം പോലെ ഉണ്ടായി. ഛർദ്ദിച്ചപ്പോൾ ടീച്ചറുടെ കാലിലേക്കും കുറച്ച് വീണു, ടേബിളിലേക്ക് കുറച്ച് വീണു, ബാക്കിയുള്ളത് നിലത്തേക്കും വീണു. നിലത്തേക്ക് കുറേ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇവരുടെ ക്ലാസ്സിൽ കുറച്ച് പിള്ളേരോട് പറഞ്ഞു അതിൻ്റെ പുറത്ത് മണൽ വരിയിടാൻ പറഞ്ഞു. അപ്പോൾ മോനും 2-3 പിള്ളേരും കൂടെ കൂടി അതിൻ്റെ പുറത്ത് മണൽ വരിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവരിരുന്ന് എഴുതാൻ എന്തോ കൊടുത്ത് ഇവരിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മരിയ എന്നാണ് ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്. അപ്പോൾ ടീച്ചർ മോനോട് പറഞ്ഞ് പ്രണവ് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ മോനവിടെ എഴുന്നേറ്റ് നിന്നു. അന്നേരത്തേക്കും പറഞ്ഞു പ്രണവ് ഛർദ്ദിൽ വാരിക്കളയാൻ പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, ടീച്ചറെ ഞാനിവിടെ എല്ലാവരുടെയും കൂടി ഇരുന്ന് എഴുതിക്കോളാം, എനിക്ക് വയ്യാന്ന് പറഞ്ഞു, വാരിക്കളയാൻ ഉറപ്പായിട്ടായിരിക്കും വാരിക്കളയാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഒത്തിരി ഷൗട്ട് ചെയ്തു കൊച്ചിനെ. എന്നുവെച്ച് പറഞ്ഞു വാരിക്കളയാൻ പറഞ്ഞോട്ട് കൈ ചൂണ്ടി നിന്നു. അപ്പം മോൻ പേടിച്ചു. എന്നിട്ട് ഈ ഡസ്പാനും ചൂരും എടുത്തു കൊടുത്തു. അപ്പം അവിടെ ഇങ്ങനെ തെറിച്ച് വീണ് കുറച്ച് മണലിങ്ങനെ തെറിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരി അത് മാത്രം ഇങ്ങനെ തടുത്തു കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് വാരാൻ പറഞ്ഞ് കൈ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു. അപ്പം മോൻ കരഞ്ഞു. എന്നിട്ട് മോൻ കരഞ്ഞുകൊണ്ട് അത് വാരിക്കളഞ്ഞു. വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നികേത എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുണ്ട്, അതർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു കുട്ടിയാണ്. മോൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണ്. ആ കുട്ടി പറഞ്ഞത് ഇവർ ഭയങ്കര കൂട്ടാണ്. അപ്പം ആ കൊച്ചിന് വിഷമം വന്നിട്ടായിരിക്കും ആ കൊച്ചു പറഞ്ഞു, ടീച്ചറെ ഞാനും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു, അവനെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പം ടീച്ചറുടെ വടിയുണ്ടായിരുന്നു. അപ്പോൾ വടി ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ അവിടെ ഇരിക്കെ, ഇവൻ തന്നെ വായിക്കോളും എന്ന് പറഞ്ഞു. മോൻ പിന്നെ വിഷമിച്ച് ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായി. മോൻ കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അത് വാരിക്കൊണ്ട് കളഞ്ഞു. കേവലം 6.5 വയസ്സുകാരനായ കുട്ടിയെ കൊണ്ട് ഛർദ്ദി മാലിന്യം കോരിച്ച് ക്രൂരത പ്രവർത്തിച്ചതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 15-ാം വകുപ്പും പട്ടികജാതി പട്ടികവർഗ സമുദായാംഗമല്ലാത്ത മരിയ മാത്യു പട്ടികജാതി സമുദായാംഗമായ കുട്ടിയെ സഹപാഠികളുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ ഛർദ്ദി മാലിന്യം കോരിച്ച് പ്രണവിനെ മനഃപൂർവ്വം മനോവിഷമപ്പെടുത്തി അവഹേളിച്ചതിന് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 3(1)(6) വകുപ്പും പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയാണ് മരിയ മാത്യുവിനെതിരെ ഉടുമ്പൻചോല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പ്രതിയായ മരിയ മാത്യുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട പോലീസ് അതിന് തയ്യാറാകാതെ ഈ കേസിലെ തെളിവുകൾ നശിപ്പിച്ചും സാക്ഷികളെ സ്വാധീനിച്ചും കേസ് അട്ടിമറിക്കുവാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് ഞായറാഴ്ച കുത്തുങ്കൽ സിറ്റിയിൽ ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദളിത് ആദിവാസി നേതൃത്വങ്ങളുടെ പ്രതിഷേധ സംഗമം നടത്തുന്നത്. പ്രതിഷേധ സംഗമം CSDS പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PO ജോൺ, CSDS ഭീം ആർമി, ദേശീയ ദളിത് വിമോചന മുന്നണി, പെമ്പിള ഒരുമൈ, ജാതി ഉന്മൂലന പ്രസ്ഥാനം തുടങ്ങിയ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത് സംസാരിക്കും. ആ പ്രദേശത്തെ വിവിധ സംഘടന അതുപോലെ തന്നെ പൗരാവകാശ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഒരു സമിതിക്ക് രൂപം നൽകിയതും ആ സമിതിയുടെ നേതൃത്വത്തിൽ 29-ാം തീയതി ഞായറാഴ്ച കുത്തുങ്കൽ സിറ്റിയിൽ വെച്ച് ഒരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. CSDSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പെമ്പിള ഒരുമയുടെ നേതാവ് G ഗോമതി, അവർ ജാതി ഉന്മൂലന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിച്ച് ഞാനും, അതുപോലെ ഭീം ആർമി, CSDS തുടങ്ങിയിട്ടുള്ള വിവിധ
ദളിത് ആദിവാസി ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളും സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജാതി ഉന്മൂലന പ്രസ്ഥാനം സംസ്ഥാന കോർഡിനേറ്റർ MK ദാസൻ, ചെയർമാൻ ജിജിമോൻ തോമസ്, പ്രിയങ്ക സോമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വനനിയമ ഭേദഗതിക്കെതിരെ മുണ്ടൻമുടിയിൽ കർഷക പ്രക്ഷോഭം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ദ്രോഹിക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് കർഷകർ പ്രതിഷേധിച്ചു. വനനിയമ ഭേദഗതിക്കെതിരെ മുണ്ടൻമുടി കർഷക കൂട്ടായ്മയിൽ പ്രതിഷേധം ആളിക്കത്തി. കർഷക കൂട്ടായ്മ കോർഡിനേറ്ററും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അധ്യക്ഷത വഹിച്ച യോഗം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു ഉദ്ഘാടനം ചെയ്തു. കർഷക കൂട്ടായ്മ സിന്ദാബാദ്, കർഷക കൂട്ടായ്മ സിന്ദാബാദ്, കർഷക കൂട്ടായ്മ സിന്ദാബാദ്, കർഷക കൂട്ടായ്മ സിന്ദാബാദ്. കരിനിയമം പിൻവലിക്കുക, കരിനിയമം പിൻവലിക്കുക. കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക, കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക, കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക, കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക. കരിനിയമം പിൻവലിക്കുക, കരിനിയമം പിൻവലിക്കുക. കർഷകരെ ദ്രോഹിക്കുന്ന കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് കർഷകർ പ്രതിഷേധിച്ചു. യോഗത്തിൽ സണ്ണി കളപ്പുര, MD ജോണി, CK ശിവദാസ്, ജോയി കാണിയക്കാട്ട്, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, ഹുസൈനാർ കുഴിപ്പള്ളി, രാമകൃഷ്ണൻ വൈക്കത്ത്, PT ജേക്കബ് കൊച്ചടിവാരം, ജോണി പുത്തൻപുര, സാജു ചൊങ്കര, ജോർജ് അഗസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷകരും സ്ത്രീകളും അടക്കമുള്ള നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. മലയോര ജനങ്ങളെ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അസാധാരണ ഗസറ്റ് വിജ്ഞാപനം നടത്തിക്കൊണ്ട് ഇവിടെ ഒരു നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ നിയമനിർമ്മാണത്തെ എന്ത് വിലവെടുത്തുകൊണ്ടും ഈ മലയോര മേഖലയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുമെന്നുള്ളതിന്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കർഷകരും തൊഴിലാളികളുമായ കുറെ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ അവർക്ക് വേണ്ടി കൂടിയുള്ള നിലനിൽപ്പിന് സമരമാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടൻമുടി. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയം സംബന്ധിച്ച് കേന്ദ്ര വിദഗ്ധ സമിതി സന്ദർശനം നടത്തി. തട്ടേക്കാട് എത്തിയ സംഘം കരട് ശുപാർശയെ സംബന്ധിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ആന്റണി ജോൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് പക്ഷി സങ്കേതത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം സംഘം സന്ദർശിച്ചു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനകത്തെ ജനവാസ മേഖലകളെ സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശ പരിഗണിച്ച് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി തട്ടേക്കാട് സന്ദർശനം നടത്തി. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ ജനവാസ മേഖലയായ 8.9725 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കി പകരം മൂന്നാർ വനം ഡിവിഷന്റെ പരിധിയിലുള്ള നേരിമംഗലം റേഞ്ചിലെ 10.1694 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം തട്ടേക്കാട് പക്ഷി സങ്കേതത്തോടു കൂടി ചേർക്കുന്നതിനുള്ള സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ശുപാർശയിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം നടത്തിയത്. ദേശീയ വന്യജീവി ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രമൺ സുകുമാർ, ദേശീയ വന്യജീവി വിഭാഗം ഇൻസ്പെക്ടർ ജനറൽ R. രഘുപ്രസാദ്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് പ്രമോദ് G. കൃഷ്ണൻ, IFS, NTCA മെമ്പർ IFS ഹരിണി വേണുഗോപാൽ, കോട്ടയം FDPT ആൻഡ് CCF വൈൽഡ് ലൈഫ് IFS പ്രമോദ് PP, ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G. ജയചന്ദ്രൻ, പെരിയാർ വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ S. സന്ദീപ്, പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ IS. സുരേഷ് ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് തട്ടേക്കാട് സന്ദർശനത്തിൽ എത്തിയത്. തട്ടേക്കാട് എത്തിയ സംഘം കരട് ശുപാർശയെ സംബന്ധിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി. ആന്റണി ജോൺ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB KA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പെട്ടക്കൽ, ഷീല രാജീവ്, ആലി CB എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് പക്ഷി സങ്കേതത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം സംഘം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഉപയോഗശൂന്യമായ ടയറുകൾക്ക് പുനർജന്മം നൽകി കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്. ടയർ മൂല്യവർദ്ധിത സംരംഭകരായ ഉടുമ്പന്നൂർ സ്വദേശികളായ ജോർജ് മാത്യുവും മകനുമാണ് ഇതിനുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകിയത്. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വിദ്യാർത്ഥികളെ കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു.
കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സപ്തദിന സഹവാസ ക്യാമ്പിലാണ് മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഉപയോഗശൂന്യമായ ടയർ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ പൂച്ചട്ടികളും ആമ്പൽക്കുളവുമാണ് കുട്ടികൾ ചേർന്ന് നിർമ്മിച്ചത്. ഇതിനായി ഉപയോഗശൂന്യമായ ടയറുകളാണ് എടുത്തത്. ടയർ മൂല്യവർദ്ധിത സംരംഭകരായ ഉടുമ്പന്നൂർ സ്വദേശികളായ ജോർജ് മാത്യുവും മകനുമാണ് ഇതിനുള്ള പരിശീലനം നൽകിയത്. ചെറിയ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിനാൽ ഇത് ഏറെക്കാലം ഈട് നിൽക്കുമെന്നും ആവശ്യാനുസരണം എടുത്തുമാറ്റുവാൻ കഴിയുമെന്നും ക്യാമ്പ് ലീഡർ അഭിജിത്ത് ശ്രീജിത്ത് പറഞ്ഞു. വളരെ ആകർഷണീയമായ രീതിയിൽ ഇത് നിർമ്മിച്ച കുട്ടികളെ കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ എന്നിവർ അഭിനന്ദിച്ചു. ചെടിച്ചട്ടികൾ സ്കൂളിന് സമ്മാനമായി നൽകിയതിൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു ടി ഫ്രാൻസിസ് വോളണ്ടിയേഴ്സിനെ അഭിനന്ദിച്ചു. പരിപാടികൾക്ക് പ്രോഗ്രാം ഓഫീസർ അനിൽ എം ജോർജ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ലിനോമോൾ ജോസഫ്, അധ്യാപകരായ നിക്സ് ജോസ്, ജോബിൻ ജോർജ്, തോമസ് ടി പാലക്കാടൻ, ജൂഡിത്ത് ജോർജ്, ആൻമരിയ തോമസ് എന്നിവർ നേതൃത്വം നൽകി. 7 ദിവസമായി നടന്നുവന്ന ക്യാമ്പ് ഇന്ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. വാഴത്തോപ്പ് സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 29-ന് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കുമെന്ന് സെന്റ് മേരീസ് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ആദ്യകാല അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നിരവധി വ്യക്തികൾ സംഗമത്തിൽ പങ്കുചേരും. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയമായ വാഴത്തോപ്പ് സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സെന്റ് മേരീസ് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 29 ഞായറാഴ്ച 11 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആദ്യകാല അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ സ്കൂളിൽ കൂടുതലും പഠിച്ചിറങ്ങിയിരിക്കുന്ന കുടിയേറ്റ കർഷകർ, അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൽ അഡ്വക്കേറ്റുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അതിൽ ചെറുതോണിയിൽ എടുത്തു പറയത്തക്ക ഒരാൾ നമ്മുടെ അഡ്വക്കേറ്റ് ബേബിച്ചൻ അവറുകളാണ്. അതുപോലെ തന്നെ പോലീസ് സേനയിൽ നിരവധി ആളുകളുണ്ട്. ടീച്ചേഴ്സായിട്ട് ഒരുപാട് കുട്ടികളിപ്പം സെൻറ്റ് മേരീസിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ആ സ്കൂളിനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾ കാര്യപരിപാടിയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യാതിഥി സ്കൂളിൻ്റെ ആദ്യകാല എച്ചമായിരുന്ന ജോസഫ് സാറ് തന്നെയാണ്. പിന്നെ ആ ആദ്യകാലത്തുണ്ടായിരുന്ന 7ഓളം ടീച്ചേഴ്സ് അവരെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1966 സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ടിങ്ങിൽ 237 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 50ഓളം കുട്ടികളെ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ 50 പേരെയും പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിൻ്റെ പേരിൽ ആദരിക്കുന്നുണ്ട്. 2023 വരെ പഠിച്ച കുട്ടികളെയാണ് നമ്മൾ ഈ റീയൂണിയനിൽ ചേർത്തിരിക്കുന്നത്. സ്കൂളിന്റെ ഉന്നമനത്തിനായി അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്കൂളിന്റെ പുരോഗതി ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാനുള്ള ലക്ഷ്യമാണ് ഇടുന്നതെന്നും വാഴത്തോപ്പ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് സജി എം കൃഷ്ണൻ, സെക്രട്ടറി സുമ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അരുൺ ആർ, കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് കെ ആർ, രാജു പി ഡി, സജീവ് കുമാർ SD എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പട്ടേക്കുടി പഞ്ചമല ക്ഷേത്രത്തിൽ മഹാചണ്ഡികായാഗത്തിന് എത്തിച്ചേർന്നത് ആയിരങ്ങൾ. ക്ഷേത്രം പ്രസിഡന്റ് ചേർത്തല സുമിത് തന്ത്രി ഭദ്രദീപ പ്രകാശനം നടത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം തന്ത്രിയും യാഗാചാര്യനുമായ എഴുത്തോലിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാടിന്റെയും യജ്ഞഹോതാവ് ഏലമ്പാടി ഇല്ലം ശരവണൻ നമ്പൂതിരിയുടെയും നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് യാഗം നടന്നത്. വെൺമണി പട്ടേക്കുടി പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി മഹാചണ്ഡികായാഗം നടന്നു. ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ചേർത്തല സുമിത് തന്ത്രി ഭദ്രദീപ പ്രകാശനം നടത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം തന്ത്രിയും യാഗാചാര്യനുമായ
എഴുത്തോളിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാടിൻ്റെയും യജ്ഞഹോതാവ് ഏലമ്പടി ഇല്ലം ശരവണൻ നമ്പൂതിരിയുടെയും നിരവധി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും ആചാര്യന്മാരുടെയും നേതൃത്വത്തിലാണ് ചണ്ഡികായാഗം നടന്നത്. യാഗത്തിൽ പാലക്കാട് ഷൊർണൂർ ത്രാങ്ങാലി ഗായത്രി ആചാര്യൻ അരുൺ പ്രഭാകരൻ, തിരുവനന്തപുരം കേശവദാസപുരം ശ്രീമാതരം മണ്ഡലി ആചാര്യ സുജാ മോഹൻ തുടങ്ങിയവരും പങ്കെടുത്തു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അനുജ്ഞാപൂജ, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹഘോഷയാത്ര, കലശപൂജ, കുമാരി പൂജ, ദമ്പതി പൂജ, സുവാസിനി പൂജ, വസോർധാര എന്നീ ചടങ്ങുകളും നടന്നു. ക്ഷേത്രം സെക്രട്ടറി ബിനുപിള്ള തെങ്ങനാൽ, വൈസ് പ്രസിഡന്റ് സിനോഷ് ചിറയത്ത്, ജോയിന്റ് സെക്രട്ടറി PK ബിനു പൂവക്കാട്ട്, ഖജാൻജി രാജേഷ് ഒറ്റപ്ലാക്കൽ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചണ്ഡികായാഗത്തിൽ ജാതിമതഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരുന്നു. രുദ്രസ്യ ദേവസ്യ പത്നിയേ നമഃ. ഉഗ്രസ്യ ദേവസ്യ പത്നിയേ നമഃ. ആദ്യം കുമാരിയുടെ പൂജയാണ് ചോദിച്ചിരുന്നത്. ഏറ്റുചൊല്ലൂ. ജഗത് ഇരിക്കൂ. എല്ലാവരും കൈകൂപ്പിയിരിക്കൂ. ഉണ്ടാകുക, ആരും ഉറങ്ങരുത്. എല്ലാരും അമ്മേ നാരായണ ജപിക്കുക. ദക്ഷിണേ കന്യാകുമാര്യന്തം വിസ്തൃതം പരശുരാമ പുണ്യക്ഷേത്രേ ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രോഗപീഠകളിൽ വീണുകിടക്കുന്നവരെ സുഗമ സഞ്ചാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബത്ത് കടുക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. റവറന്റ് ഡോക്ടർ ഫാദർ തോമസ് പാറയ്ക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. വിവിധ കലാപരിപാടികളും നടത്തി. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിഞ്ഞ വേളയിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നക്ഷത്രദീപങ്ങൾ തെളിയിക്കുന്ന മൂലമറ്റം ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഊഷ്മളമായ ഒരു കലാസന്ധ്യ ഒരുക്കുകയായിരുന്നു. രോഗപീഠകളിൽ വീണുകിടക്കുന്നവരെ സുഗമ സഞ്ചാരത്തിലേക്ക് കൈപിടിക്കുന്ന ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ചേർത്ത് പിടിച്ച് നടത്തപ്പെട്ട ഈ കലാപരിപാടിയിൽ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബത്ത് കടുക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഡോക്ടർ ഫാദർ തോമസ് പറക്കൽ ക്രിസ്മസ് സന്ദേശം നൽകുകയും വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് ബെത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം അവരുടെ തീർത്ഥത്തിലെത്തി. ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ക്രിസ്മസ്. ഈ വിശുദ്ധ രാവ്, ദൈവം പിറന്ന രാവ്, പ്രകാശം ഉദിച്ച രാവ്, രക്ഷകൻ ജനിച്ച രാവ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം പ്രത്യേക സമ്മാനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ നമ്പർ പ്രകാരമുള്ള സമ്മാനങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കടന്നു വരുമ്പോൾ നിങ്ങൾ കയ്യിലിരിക്കുന്ന നമ്പറും കൂടെ കരുതുക. 1 10 11 12 13 14 15 16 17 18 19 20.
21, 20, 21, 22, 23, 24, 25. ക്ഷണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ശാന്തിഗിരി കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് മങ്കുഴി സെന്റ് ജോർജ് HSൽ വെച്ച് നടത്തി. ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ജോസ് ജോൺ CMI ഉദ്ഘാടനം ചെയ്തു. 100ഓളം വോളണ്ടിയേഴ്സ് പങ്കെടുത്ത ക്യാമ്പിൽ വിവിധയിന ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. 7 ദിവസമാണ് ക്യാമ്പ് നടത്തിയത്. സമാപന ദിവസം ഹരിത കേരള മിഷൻ മുൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മധു, കരിമണ്ണൂർ SA വിഷ്ണു എന്നിവരുൾപ്പെടെ പങ്കെടുത്തു. ശാന്തിഗിരി കോളേജിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് തണൽ മങ്കുഴി സെന്റ് ജോർജ് HSൽ വെച്ച് നടത്തപ്പെട്ടു. ക്യാമ്പിന്റെ ആദ്യ ദിനമായ 21-ാം തീയതി ശാന്തിഗിരി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ജോസ് ജോൺ CMI ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ അസിസ്റ്റന്റ് പ്രൊഫസർ മെജോ ജോൺ, അസിസ്റ്റന്റ് പ്രൊഫസർ ജെയ്നി ജെയ്സൺ, വോളണ്ടിയർ സെക്രട്ടറിമാരായ മാത്യു ജോളി, ഫെബിൻ മാത്യു, സിജു, ഇഷാനി, അനിൽകുമാർ, നയന സതീശൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 100ഓളം വോളണ്ടിയേഴ്സ് പങ്കെടുത്ത ക്യാമ്പിൽ വിവിധയിന ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളുമായി 7 ദിവസം ക്യാമ്പ് നീണ്ടുനിന്നു. സമാപന ദിവസമായ 27-ാം തീയതി ഹരിത കേരള മിഷൻ മുൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മധു അധ്യക്ഷ പ്രസംഗം വഹിക്കുകയും കരിമണ്ണൂർ SA വിഷ്ണു ആശംസ അറിയിക്കുകയും ചെയ്തു. KCRM തൊടുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഒളമറ്റം വിശ്വവിദ്യാമഠം റെസിഡൻഷ്യൽ സ്കൂളിൽ സഹവാസ സെമിനാർ ആരംഭിച്ചു. സേവ്യർ ആക്കപ്പടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ JJ പള്ളത്ത് പ്രബന്ധാവതരണം നടത്തി. PC ദേവസ്യ സെമിനാർ വിഷയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് J പാലയത്ത് സ്വാഗതം ആശംസിച്ചു. ജോർജ് മൂലേച്ചാലിൽ, വിൻസെന്റ് മാത്യു എന്നിവർ പ്രബന്ധം അവതരിപ്പിക്കുകയും ബൈബിൾ ചർച്ച നയിക്കുകയും ചെയ്തു. നിരവധി വ്യക്തികൾ ക്യാമ്പിൽ പങ്കെടുത്തു. 28-ന് ക്യാമ്പ് സമാപിക്കും. വളരെ പ്രഗത്ഭരായ, ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ജൈവശാസ്ത്രജ്ഞരെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ എൻ്റെ അറിയപ്പെട്ടിടത്തോളം പല ഞങ്ങളെ ഉൾപ്പെട്ട ആളുകൾക്കും കോളേജിൽ കൂടുതൽ അറിവ് നമ്മുടെ കൂടെയിരിക്കുന്ന ആളുകൾക്കുണ്ട്. ദൈവത്തെക്കുറിച്ചും ജൈവശാസ്ത്രത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും. അതുകൊണ്ട് ദീർഘമായ അത്യാവശ്യ പുസ്തകത്തിലേക്ക് ഞാൻ വരുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാരണം നമ്മളെല്ലാവരും ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരവരുടെ നമ്മളതിനെക്കുറിച്ച് ചിന്തനം ചെയ്യാനുമാണ് നമ്മളോട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇവിടെ വിഷയാവതരണത്തിന് വന്നിരിക്കുന്ന JJ പള്ളത്ത്, ജോർജ് മൂലേച്ചാലിൽ, ജോസഫ് കാലായ സാറ് എന്നിട്ടില്ല, വിൻസെൻ്റ് കോഴിക്കോട്, PC ദേവസ്യ സാറ്, ജോർജ് കൂടെ നൽകി. ഇതെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ വിഷയമായിട്ട് അവർ ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കെല്ലാവർക്കും നല്ലൊരു അറിവിൻ്റെ ഒരു 2 ദിവസത്തെ സ്റ്റഡി ക്ലാസ് വളരെ നമുക്ക് വിജ്ഞാനം പകരട്ടെ, നമ്മുടെ ബുദ്ധിക്ക് വെളിച്ചം പകരട്ടെ, ബുദ്ധിക്ക് വികാസമുണ്ടാകട്ടെ ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൊടുപുഴ GVHSS NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമൃത് മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ ജലം ജീവിതം പദ്ധതിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. നഗരങ്ങളുടെ ജലഭദ്രത ഉറപ്പാക്കുകയാണ് വിവരവിദ്യാഭ്യാസ വിനിമയ യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തൊടുപുഴ GVHSS NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അമൃത് മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ ജലം ജീവിതം പദ്ധതിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ നിർവഹിച്ചു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ സുഗമമായ ജീവിതം നയിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നത്. അതൊരു മൗലികാവകാശമാണ്. ആ മൗലികാവകാശം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒക്കെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ പരിസ്ഥിതിയും ശുദ്ധമായ സംവിധാനങ്ങളും മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുദ്രാവാക്യം ഫലപ്രദമായി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിനും അവരെ അതിൽ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റ്
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് NSS വോളണ്ടിയേഴ്സ് വളരെ ഫലപ്രദമായി നടത്തുകയാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ചേരുകയാണ്. PTA പ്രസിഡന്റ് മുഹമ്മദ് ഫൈസിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി സുധീന്ദ്രൻ കാപ്പിൽ പങ്കെടുത്തു. വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഡ്രാമയും നടത്തി. തുടർന്ന് ചുറ്റുമുള്ള കടകളിൽ ടൈൻഗ്ലറും സ്ഥാപിച്ചു. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AB സാറിന്റെ നേതൃത്വത്തിൽ വാട്ടർ പാർലമെന്റ് നടത്തുകയുണ്ടായി. സീനിയർ അധ്യാപിക ബിനിമോൾ ശ്രീധരൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേവിസ് അമ്പിളി എന്നിവർ ആശംസകളും നേർന്നു. NSS പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. MTയുടെ വേർപാടിൽ മനംനൊന്ത് റിട്ടയർഡ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ പ്രൊഫസർ ജോസ് അഗസ്റ്റിന് MTയെക്കുറിച്ച് 3 പുസ്തകങ്ങൾ കൂടി പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചു. MTയുടെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ രൂപീകരണം എന്ന വിഷയത്തിലായിരുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രൊഫസർ ജോസ് അഗസ്റ്റിന്റെ ഗവേഷണം. 2002 നിർമ്മല കോളേജിൽ എത്തിയപ്പോഴാണ് MTയെ നേരിൽ പരിചയപ്പെടുന്നത്. MTയുടെ സിനിമകൾ കണ്ട് അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ പ്രൊഫസർ ജോസ് അഗസ്റ്റിന് അദ്ദേഹത്തിന്റെ വേർപാട് തീരാ നൊമ്പരമായി. MTയുടെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ രൂപീകരണം എന്ന വിഷയത്തിലായിരുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രൊഫസർ ജോസ് അഗസ്റ്റിന്റെ ഗവേഷണം. ഗവേഷണത്തിലൂടെ രൂപപ്പെട്ട ഊഷ്മള ബന്ധത്തിൽ നിന്ന് MTയെക്കുറിച്ച് 3 പുസ്തകങ്ങൾ കൂടി ജോസ് അഗസ്റ്റിൻ പൂർത്തിയാക്കി പ്രസിദ്ധീകരിച്ചു. MTയോടും അദ്ദേഹത്തിന്റെ സിനിമകളിലെ നായകനേക്കാൾ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളോടുമുള്ള ആരാധനയുമാണ് ഗവേഷണത്തിനായി ദ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് വിമൻ ക്യാരക്ടേഴ്സ് ഇൻ MT ഫിലിംസ് എന്ന വിഷയം തിരഞ്ഞെടുക്കുവാൻ ജോസ് അഗസ്റ്റിനെ പ്രേരിപ്പിച്ചത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലും നിർമ്മല കോളേജിലും അധ്യാപകനായിരുന്നു ജോസ് അഗസ്റ്റിൻ. 2002 നിർമ്മല കോളേജിൽ എത്തിയപ്പോഴാണ് MTയെ നേരിൽ പരിചയപ്പെടുന്നത്. തന്റെ ഗവേഷണ വിഷയം MTയോട് സംസാരിച്ചപ്പോൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും എതിർത്തില്ല. MTയെക്കുറിച്ച് പിന്നീട് ഒരു പുസ്തകം മലയാളത്തിലും 2 ഇംഗ്ലീഷിലും എഴുതി. MT വായനയുടെ 2ാം ഊഴം എന്ന മലയാള പുസ്തകത്തിന്റെ തലക്കെട്ട് MT വാസുദേവൻ നായർ തന്നെ നിർദ്ദേശിച്ചതാണെന്നും ജോസ് അഗസ്റ്റിൻ ഓർക്കുന്നു. നാലുകെട്ടിന്റെ 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ മനോരമ ചാനലിന്റെ പുലർവേളയിൽ MT വാസുദേവൻ നായരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ചത് വലിയ നേട്ടമായാണ് ജോസ് അഗസ്റ്റിൻ കാണുന്നത്. MTയുടെ കുടുംബാംഗങ്ങളുമായും അടുത്ത ബന്ധമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവകലാസാഹിതിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ഡിസംബർ 29 തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മോറൽ ക്ലാസ് പരീക്ഷയ്ക്കിടയിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഛർദ്ദിച്ച മാലിന്യം സഹപാഠിയെ കൊണ്ട് കോരിച്ചെന്ന് ആരോപണം. വനനിയമ ഭേദഗതിക്കെതിരെ മുണ്ടൻമുടിയിൽ കർഷക പ്രക്ഷോഭം. മണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ ടയറുകൾക്ക് പുനർജന്മം നൽകി കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്. ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിലെ മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്ബത്ത് കടുക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.